ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആളുകളില്ലേ അവനെ കൊന്നുകളയണം എന്ന് പറഞ്ഞ ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള കുറെ മനുഷ്യരുടെ ഇമോഷൻസിനെ വിറ്റ് തിന്നാൻ വേണ്ടി നടക്കുന്ന കുറെ എണ്ണമാണ്. ഒരു ഊളനൊരുത്തൻ പിന്നെ ഒരു ബിസിനസ് മീറ്റിനകത്ത് ഞാനെങ്ങനെ കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മുഖം പിടിച്ച കാർപ്പറ്റ് വരച്ചത്. നിങ്ങളുടെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും ഒരു വസ്ത്രം മാറുകയൊക്കെ ചെയ്താൽ ഞാൻ ആ മനുഷ്യരോട് ഒരു ഹംബിൾനെസ്സും ഞാൻ കാണിക്കില്ല. ആ സമയത്ത് ഞാൻ അഹങ്കാരിയാണെന്ന് അവർ വീണ്ടും പറയുകയാണെങ്കിൽ യെസ് ഐ ആം അഹങ്കാരി. പേടിപ്പിച്ചിട്ടായിരിക്കും ആദ്യം തുടങ്ങുക. ഞാനിവിടെ ഇരുന്നപ്പോ എന്നെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു. അതിലുണ്ടോ ഞാൻ അതിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് കണ്ടറിയാം ഞാൻ ഇജാതി അലമ്പാടാണ്. അത്തരത്തിലുള്ള ശശിയെണ്ണാണ് പ്രേഗ ഭട്ടിന്റെ കൂടെ നിൽക്കാനുള്ളൊരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ. ഭയങ്കര അഹങ്കാരിയായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് നല്ലത്. നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് കൊരുത്താൽ അതും ഒരു അന്തസ്. ഈ സമൂഹത്തിൽ വേണ്ടാത്ത മനുഷ്യരാണ്. നമുക്ക് ആത്മാഭിമാനം, നാണം, മാനം, ഒരുപാട് സാധനമുള്ള ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ. ആ സത്യം പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. ചേട്ടൻ അനിയൻ ഫേസ് പറയാറുണ്ടല്ലോ കമന്റ്സിൽ. വിചാരിച്ച പോലെ ഒന്നല്ല സബ്ജക്ട് എന്നൊരു തിരിച്ചറിവ് അവസാനം. പ്രേഗ ഭട്ടിന്റെ കൂടെ നിൽക്കാനുള്ളൊരു ഒരു റീസൺ എന്തായിരുന്നു? അവർക്കൊരു നിയമസഹായം ആവശ്യമായിട്ട് വന്നെന്ന് തോന്നി, പോയി കൂടെ വന്നു. അതിനകത്ത് ഇമേജ് കോൺഷ്യസ് ആകും മനുഷ്യര്. ഞാനങ്ങനെ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചിന്തിക്കില്ല. പക്ഷെ ചേട്ടന്റെ ആ സമയത്തുള്ള ഒരു ചേട്ടനെ മോട്ടീവ് ചെയ്യുന്ന കാര്യം എനിക്ക് എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ് എന്റെ മനസ്സ്. ആളുകൾ എന്ത് പറയും അതിനെ കുറിച്ച്. പക്ഷെ അന്ന് ആ സമയത്തും സിനിമ റിലീസ് ആവുന്ന ഒരു സമയമായിരുന്നല്ലോ. അത് ഇങ്ങനെ റിലീസായിരുന്നു സിനിമ. ഞാൻ പോയില്ല സിനിമയ്ക്ക്, ഞാൻ ഇതിന്റെ പറയുമായിരുന്നു. അപ്പൊ കോള് വന്നിട്ടുണ്ടായിരുന്നു. ഐ മീൻ വരുന്നില്ലേ എന്റെ ഫ്രണ്ട്സ് എല്ലാം കാണാൻ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല ഇത് തീർത്തിട്ട് വരുമെന്ന്. പക്ഷെ ഞാൻ പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഒരുപാട് നീണ്ടുപോയി. ഇപ്പം ബിഗ് ബോസിന് ഇറങ്ങി ആദ്യ സീസൺ 1 ഉണ്ടായ ആളാണ്. ഇപ്പൊ ബിഗ് ബോസ് അസോസിയേഷൻ ഇറങ്ങിയൊരു കൂടിയിട്ടുണ്ട്. അതിലുണ്ടോ അംഗത്വം? ഞാൻ അതിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം ഞാൻ എല്ലാത്തരം മനുഷ്യരുമായിട്ട് കണക്ട് ആകുന്നില്ല. മനസ്സിലായി. എന്റേതായ ഒരു ഇതിനകത്ത് എവിടെയെങ്കിലും ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യരുമായിട്ട് എനിക്ക് പറ്റുള്ളൂ. അതൊരു അസോസിയേഷന്റെ ഒരു എന്തായിരിക്കും ഉദ്ദേശം ഉണ്ടാവുക? നല്ല സാധനമാണ് കേട്ടോ. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാനില്ല മീൻസ് ഞാൻ അവർക്ക് ഉപദേശമൊക്കെ കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. കാരണം എന്താണെന്നറിയോ, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയില് മനുഷ്യർ പോകുന്നത് അവരുടെ ജീവിതം പണയം വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അവര് ആഗ്രഹിക്കുന്നത് അതിനകത്തുനിന്ന് പിന്നെ കുറെ വർക്കുകളൊക്കെ കിട്ടുമായിരിക്കും എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ്. പക്ഷെ ഈ മനുഷ്യർക്കൊന്നും അങ്ങനെ അധികം വർക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു പിന്നെ എന്താ പറയുന്ന ഒരു യൂണിയൻ ഉണ്ടാക്കി അതിനകത്ത്. കാരണം ഇവരെല്ലാം പല പിന്നെ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായാൽ അതിൽ നിന്ന് അവർക്ക് ഷോകൾ ചെയ്യുകയോ പുതിയ പ്രൊഡക്ഷൻസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ വെരി നൈസ് തിങ്. അപ്പം ആ മനുഷ്യർക്ക് കുറെ വർക്കുകളൊക്കെ അങ്ങനെ കിട്ടട്ടെ. മനസ്സിലായി. നല്ല സാധനമാണ്, നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. പക്ഷെ നല്ലപോലെ പോയാൽ മതിയായിരുന്നു. എനിക്കിത് ടി വി ഷോയില് ചേട്ടന് വന്നു തുടങ്ങിയപ്പോഴാണ് ആളുകൾക്ക് കുറച്ചും കൂടി ഒരു സ്നേഹം. ഒരു സമയത്ത് സാബു ചേട്ടനോട് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ പോലും. ഞാൻ ടെലിവിഷനിൽ കൂടെ വന്ന ആളാണ്. അറിയാം, തീർച്ചയായിട്ടും അറിയാം. ഇപ്പൊ ആദ്യം തൊട്ട് സാബു ചേട്ടനോട് സംസാരിക്കുന്ന സമയത്ത് ഒരു പേടി, അത് സാബു ചേട്ടൻ തന്നെ അറിയായിരിക്കും. ആളുകൾക്ക് വന്ന് ഇരിക്കുമ്പോഴും സാബു ചേട്ടൻ എപ്പോഴും ഇപ്പം ഒരു പേടിപ്പിച്ചിട്ടായിരിക്കും ആദ്യം തുടങ്ങുക. ഞാനിവിടെ ഇരുന്നപ്പോ എന്നെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു. ഞാൻ അപ്പം എപ്പോഴും ആ ഒരു പേടി ഉണ്ടാവും. ഇപ്പൊ ഇന്റർവ്യൂ ആയി ഇരിക്കുന്നവർക്കോ അല്ലാതെ വന്ന് സംസാരിക്കാനെങ്കിൽ ഒരു പേടി ഉണ്ടാവും. പക്ഷെ ഇന്ന് അത് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം സാവുചേട്ടൻ ചിലപ്പോൾ ഏജ് കൂടുതലുള്ള ഒരു ആൾക്കാരുടെ ഒരു 22 ആണോ? അപ്പൊ ഞാനാ മൂത്ത്.
അപ്പം ഇപ്പം ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ഇപ്പം എല്ലാവർക്കും ഒരു ഭയങ്കര ഹമ്പിളായിട്ട് ഫീൽ ചെയ്യുന്ന. ഞാൻ മുമ്പേ ഹമ്പിളായിട്ടുള്ള ആളാണ്. അത് എനിക്ക് എന്റെ മനുഷ്യരോട് മനസ്സിലായോ? അല്ല, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആളുകളില്ലേ, അവനെ കൊന്നുകളയണം എന്ന് പറഞ്ഞ ആ മനുഷ്യരോട് ഞാൻ ഹമ്പിളാകേ ഇല്ല. ഐ എം വെരി സോറി, ഐ ബി വെരി റൂഡ് ടു ദം. അവരെ ഞാൻ കൺസിഡർ ചെയ്യേയില്ല. ഈ സമൂഹത്തിൽ വേണ്ടാത്ത മനുഷ്യരാണത്, മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ തന്നെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും ഒരു വസ്ത്രം മാറുകയൊക്കെ ചെയ്താൽ ഇവക്ക് ഇതാണ് തൊഴിൽ, ഇവള് ശരീരം കാണിച്ചാണ് ജീവിക്കുന്നത്, ഇവക്ക് വേറെ പണിക്ക് പോയിക്കൂടെ എന്ന് പറഞ്ഞ് കമന്റ് അടിക്കില്ലേ നിങ്ങളുടെ താഴെ വന്ന്? ആ മനുഷ്യരോട് ഒരു ഹംബിൾനെസ് ഞാൻ കാണിക്കില്ല, ഒരു ദയയും ഞാൻ കാണിക്കില്ല. ഞാൻ അവരെ മനുഷ്യരായിട്ട് കൺസിഡർ ചെയ്യേയില്ല. അവരുടെ കൺസേൺസ് എനിക്ക് മാറ്ററും അല്ല. അത്തരത്തിലുള്ള മനുഷ്യരോട് ഞാൻ വളരെ റൂഡായിട്ട് തന്നെ പെരുമാറുകയുള്ളൂ. അതിനകത്ത് യാതൊരു തർക്കവും ഉണ്ട്. ആ സമയത്ത് ഞാൻ അഹങ്കാരിയാണെന്ന് അവർ വീണ്ടും പറയുകയാണെങ്കിൽ യെസ് ഐ എം അഹങ്കാരി. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. സാധാരണ മനുഷ്യരോട്, അതായത് ഈ സമൂഹത്തിൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യയും കരുണയും ദയയും ഒക്കെ കാണിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഞാൻ എന്നും ഹമ്പിളാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഞാൻ വെരി നോർമലി അങ്ങനെയാണ്. പക്ഷെ ഈ വിഭാഗം മനുഷ്യരോട് ഞാൻ റൂട്ട്നെസ് കാണിക്കും. കാര്യം ദേ ഡോണ്ട് റിസർവ് മൈ ഹമ്പിൾനെസ്. അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ അവരെ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. പിന്നെ എന്തിനു ഞാൻ അവരുടെ മുമ്പിൽ ഹമ്പിളാണ്? ബാക്കിയുള്ള മനുഷ്യരോട് എനിക്ക് എപ്പോഴും സ്നേഹവും, ഞാൻ വളരെ വിനയത്തോടെയും മര്യാദയോടെയുമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അത് മുമ്പുമില്ല, ഇപ്പോഴും ഇല്ല, ഇനി മാറുകയുമില്ല. ഇപ്പൊ കാർത്തിക് സൂര്യായിട്ടുള്ള വ്ളോഗിൽ വരുമ്പോഴും ഐ മീൻ വീഡിയോസിലും നിങ്ങൾ തമ്മിലൊരു അത് കണ്ടറിയാം ഞാൻ എജ്ജാതി അലമ്പാണെന്ന്. ആ ഒരു വൈബ് ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞ എന്റെ കംഫർട്ടബിൾ സ്പേസ് അതാണ്. എന്നിട്ട് എന്റെ കൂട്ടുകാർ പറഞ്ഞു, നീ എന്നാണ് അതിനകത്തൊക്കെ ചെന്നോടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നാട്ടുകാരൊക്കെ കാണത്തില്ലെന്ന്. അറിയോ, ഞാൻ അതാണ് മനസ്സിലായേ. ഞാൻ തറയിൽ കിടന്ന് കുറ്റം പറയുന്ന ഒരുത്തനാണ്. ഞങ്ങൾ അത് കണ്ടപ്പോഴാണ് ഇത്രയും ഇരുന്നു എന്നൊക്കെ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, പിന്നെ മേലെ പറഞ്ഞു എന്റെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് നീ കാണിക്കരുതെന്ന് പറഞ്ഞു. കാരണം ഞാൻ എന്റെ ലോകത്ത് ഹാപ്പി ആയിട്ട് ജീവിച്ചോണ്ട് വെളിയിൽ നിന്ന് കാണുമ്പോൾ ഈ വിഭാഗം ആൾക്കാർക്ക് ഞാൻ ഭയങ്കര അഹങ്കാരിയായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ഈ കാർത്തിക് ചേട്ടൻ എപ്പോഴും നിങ്ങളെ ഒരുമിച്ച് കാണുമ്പോ ഒരു ചേട്ടൻ അനിയൻ ഫേസ് അതെ പറയാറുണ്ടല്ലോ കമന്റ്സിൽ, അത് ഫീൽ ചെയ്യാറുണ്ട്. ആ ഒരു വൈബും ചേട്ടന് കുറെ പേര് മെസ്സേജിന് സ്വന്തം ശരിക്കും ചേട്ടനും അനിയനാണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. പാവാണ്. ഇപ്പൊ യൂട്യൂബ് ചാനൽ എന്തെങ്കിലും ഇതുപോലെ ഇപ്പം എല്ലാവർക്കും ഇപ്പൊ എല്ലാവരും തോട്ടൊക്കെ പറയാൻ തുടങ്ങി. ഇപ്പൊ മോട്ടിവേഷൻ സ്പീക്ക് തൊട്ട് എല്ലാ കാര്യങ്ങളും അഭിപ്രായം. മോട്ടിവേഷൻ സ്പീച്ച് ഇതുപോലൊരു ദാരിദ്ര്യം പിടിച്ചൊരു സാധനമില്ല. ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള കുറെ മനുഷ്യരുടെ ഇമോഷൻസിനെ വിറ്റ് തിന്നാൻ വേണ്ടി നടക്കുന്ന കുറെ എണ്ണമാണ് അവന്മാര്. സീരിയസ്ലി ആ പരിപാടിയിലേക്കൊന്നുമില്ല. വെരി സോറി. ഞാൻ സ്ഥിരം പറയുന്ന സാധനമാണ്, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വിഭാഗമാണ് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്. അങ്ങനെ ഭയങ്കര ഫേക്ക് മനുഷ്യരാണെന്ന് മനസ്സിലായ. മറ്റേ ടെലിബ്രാൻഡ്സിൽ നിന്ന് വിൽക്കത്തില്ലേ, അതുപോലെ വായി തോന്നിയത് ഇങ്ങനെ വലിയ ശബ്ദത്തിൽ വിളിച്ചു പറയുന്ന കുറേയാണ്. എന്നിട്ട് ഞാൻ ആലോചിക്കും, ഈ നമ്മൾ മനുഷ്യര് ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് മനുഷ്യൻ കണക്റ്റ് ആകുന്നത്, മനുഷ്യൻ എങ്ങനെ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഉൾക്കൊള്ളും എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ തലച്ചോറിൻ്റെ വിഷയമായിരിക്കും. ഈ അടുത്ത സമയത്ത് ഒരു ഊളൻ ഒരുത്തൻ പിന്നെ ഒരു ബിസിനസ് മീറ്റിനകത്ത് ചെന്നിട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ട്, അവിടെ ഇരിക്കുന്ന മനുഷ്യരെ നീയൊക്കെ വെറും തെണ്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനെങ്ങനെ ഒട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മുഖം പിടിച്ച കാർപ്പറ്റ് വരച്ചേനെ ഒരു വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കണം. അവൻ പറയുന്ന ആ മോട്ടിവേഷണൽ സ്പീക്കറാണ്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെ പറഞ്ഞ് എന്നെ എതിർത്തപ്പോൾ ഞാൻ വീണ്ടും ഫേമസ് ആയിരുന്നു. അത് ഈ നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് കൊരുത്താൽ അതും ഒരു അന്തസ് എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. ആണ് ആ തരത്തിലുള്ള മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് ഈ നാണം, മാനം, ലജ്ജ ഇത്രയുള്ള സാധനമൊന്നുമില്ല. എന്നിട്ട് അവര് ആളുകളോട് പറയുന്നത് നിങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യണമെന്നാണ്. അല്ലല്ല, നമ്മൾ മനുഷ്യനെങ്ങനെയല്ല. നമുക്ക് ആത്മാഭിമാനം, നാണം, മാനം, ലജ്ജ,
സമൂഹത്തിനുള്ള ഉത്തരവാദിത്വം, അങ്ങനത്തെ ഒരുപാട് സാധനമുള്ള ഒരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. നമ്മൾ അങ്ങനെ ഫോമായി വന്നതാണ് ഒരുപാട് വർഷം കൊണ്ട്. ഇവന്മാര് പറയുന്നത് അതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളങ്ങ് ഫേക്കായിട്ട് നിങ്ങൾ അഭിനയിച്ചേക്കുക, നിങ്ങൾ വിൻ ചെയ്യണം. അങ്ങനെ വിൻ ചെയ്തിട്ട് എന്ത് കിട്ടാൻ, എവിടെ എത്താൻ? അപ്പൊ പിന്നെ നിങ്ങളല്ലല്ലോ. അതുകൊണ്ട് ഒരു ദിവസം ഇവര് തന്നെ തകർന്നു. ഞാനൊന്നും അങ്ങനെ തകരത്തില്ല, കാരണം ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് മനസ്സുകൊണ്ട് ഓക്കെ എന്ന് തോന്നുന്ന സാധനം ഞാൻ ചെയ്യും. അപ്പൊ അതിനകത്ത് അത് തെറ്റായിരുന്നു എന്ന് എൻ്റെ കൂടെയുള്ളവർ എനിക്ക് പറഞ്ഞു തരും. ഇല്ലടാ അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ തിരുത്തും. അതാണ് ഒരു മനുഷ്യൻ, അതാണ് ഒരു സാമൂഹിക ജീവി. ഞാനൊരു സാധാരണ സാമൂഹിക ജീവിയാണ്. ഞാൻ ഇത്തരത്തിലുള്ള ഈ മോട്ടിവേഷണൽ സാധനങ്ങൾ ആളുകളെ പറഞ്ഞു പറ്റിക്കുക, എന്നിട്ട് പറയുന്നത് അവർക്ക് അങ്ങനെ പറയുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അങ്ങനെയല്ല മനുഷ്യർ. നമ്മളുടെ സാമൂഹിക നമുക്ക് ചുറ്റും ആളുകൾ കാണണം. ഒരുപാട് സന്തോഷം. ആൻഡ് അടുത്ത വർഷം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ചേട്ടൻ്റെ സിനിമ കാണാൻ പറ്റട്ടെ. അതുപോലെ നല്ല സിനിമയുടെ ഭാഗമാവട്ടെ. ഇനിയും തമിഴിലും മറ്റു ഭാഷകളിലും നമുക്ക് കാണാൻ പറ്റട്ടെ നല്ല കഥാപാത്രങ്ങളിലൂടെ. അതുപോലെ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ വരുന്ന പോലെ പല ഷോയുടെ ഭാഗമായിട്ട് വരട്ടെ. ഇപ്പം എങ്കിൽ എന്നോട് പറ സക്സസ്ഫുള്ളി റണ്ണിങ് ആവാൻ പറ്റട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ ചേട്ടനെ സ്നേഹിക്കുന്ന, അതിപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരോട് ചേട്ടന് ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാറ്റഗറി പീപ്പിളിനോടാണ് ഞാൻ ആ മനുഷ്യരെ ആക്ച്വലി ഈ സമൂഹത്തിലേ വേണ്ടെന്ന് ഞാൻ പറയൂ. കാരണം ആ മനുഷ്യരുണ്ടാക്കി വെക്കുന്ന ഡാമേജ് കുറച്ചൊന്നും ഇല്ലെന്ന്. കാരണം മനുഷ്യരെ ഭയങ്കരമായിട്ട് ചെന്ന് പീഡിപ്പിക്കുക, ഒരു സാഡിസ്റ്റിക് മൈൻഡുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. കാരണം അവരെവിടെയോ ഇരുന്ന് അവരുടെ ഫ്രസ്ട്രേഷൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നങ്ങ് പറയുകയാണ്. അത് പ്രായഭേദമന്യേ, വർണ്ണ ലിംഗഭേദമന്യേ ഇവരിങ്ങനെ അബ്യൂസ് നടത്തിക്കൊണ്ടേയിരിക്കും. ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ മനുഷ്യരോട് നമ്മൾ ഹംബിളായിരിക്കണമെന്നോ, ആ മനുഷ്യരോട് നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടോ എന്നെങ്ങാനും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്കും ആഗ്രഹമില്ലേ ആ മനുഷ്യർ വേണ്ടെന്ന്? നിങ്ങളത് പറയുന്നില്ല. കാര്യം കാരണം ആളുകൾക്ക് അവരും നിങ്ങളുടെ ഓഡിയൻസ് ആണ്. നമ്മൾ അങ്ങനെ പറയണ്ട, അപ്പൊ നമുക്കെതിരെ ഒരു ആക്രമണം നേരിടും. പക്ഷെ ആ സത്യം പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്, അത്രേ ഞാൻ പറയുന്നു. ബാക്കി നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ നല്ല മനുഷ്യരെ തന്നെ, ഭയങ്കര സ്നേഹവും സന്തോഷവും ഒക്കെ ഉള്ള മനുഷ്യരെ. നമ്മൾ ഈ പാരലൽ വേൾഡിൽ ഈ ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ കയറി നോക്കുമ്പോൾ മാത്രമാണ് ഇത്രയും വെറുപ്പ് കൊണ്ട് നടക്കുന്ന മനുഷ്യരിവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഹാർട്ട് ബീറ്റ് കൊണ്ട് ഈ മനുഷ്യരെന്താ ഇങ്ങനെയെന്ന് ആലോചിക്കും. അത് ഞാനൊരു സാധാരണ മനുഷ്യനായതുകൊണ്ടാണ്. അതിനകത്ത് എനിക്ക് യാതൊരു വിഷമവുമില്ല ആ മനുഷ്യരെ ഞാൻ നോക്കാത്തതിലോ കൺസിഡർ ചെയ്യാത്തതിലോ. ബാക്കിയുള്ള മനുഷ്യരൊക്കെ നല്ലത്. എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് രാവിലെ ജോലിക്ക് പോയി എല്ലാ തരത്തിലുള്ള മനുഷ്യരുമായിട്ട് ഇടപഴകി അവർക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് സന്തോഷം പകർന്നു. അടുത്തൊരാൾക്ക് ഒരു വിഷമം വരികയാണെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കൈപിടിച്ച് കയറ്റി ഒന്നുമില്ല രണ്ട് സമാധാനമാക്കി പറഞ്ഞു പോകുന്നൊരു സമൂഹമാണ് നമ്മുടേത്. അതിനിടയിൽ ഇത്തരത്തിലുള്ള വെറുപ്പ് മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന കുറെ അഴുക്ക് മനുഷ്യർ, ആ അഴുക്ക് മനുഷ്യര് വേണ്ട. അതുകൊണ്ട് തള്ളി വെക്കുന്നു. അത് അപ്പൊ എന്നെ അഹങ്കാരി, ഇവൻ ആരാ എന്നൊക്കെ ചോദിച്ചു ഒരു മാറ്റർ. സത്യത്തില് സാബുചേട്ടന് ഇങ്ങനെ സാബുചേട്ടന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഇപ്പൊ സംസാരിക്കുന്ന രീതിയെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കുറെ യൂത്ത് ഉണ്ട്. അതായത് ആ രീതിയിൽ ചിന്തിക്കണം, അല്ലെങ്കിൽ അതുപോലെ സംസാരിക്കണം. മനുഷ്യര് ആ എല്ലാ ആൺ പെൺ ഭേദമന്യേ കല്ല് പോലെ നിൽക്കണം. അല്ലാതെ ഇതിനകത്തൊന്നും ഈ ആളുകൾ മനുഷ്യരെ ഒരുപാട് സോഫ്റ്റ് ആയിരുന്നു, മനസ്സിലായോ? ഒരുപാട് സോഫ്റ്റ് ആയരുത്. ഒരുപാട് സോഫ്റ്റ് ആയാലും നമ്മളെ ചവിട്ടി തേക്കാൻ വേണ്ടി ഈ അഴുക്ക് പിടിച്ച കുറെ മനുഷ്യരുണ്ട്, മനസ്സിലായോ? ഓവില്ലെന്ന് പറഞ്ഞ് പോയാൽ മതി. അപ്പൊ അവര് പറയും ഭയങ്കര അഹങ്കാരിയാണ്, ഭയങ്കര മൂടയാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ്. നമ്മളങ്ങനല്ല എന്നുള്ളത് നമ്മളെ അറിയാവുന്ന മനുഷ്യർക്കും നമുക്കിഷ്ടമുള്ള മനുഷ്യർക്കും അറിയാമല്ലോ. ആ ലോകമല്ലേ നമുക്ക് വേണ്ടത്. നമുക്ക് ഈ ലോകം വേണ്ട.
വെരി സിമ്പിൾ ആണ്. ബി സ്ട്രോങ്. ചേട്ടൻ പറഞ്ഞ വാക്കുകൾ കേൾക്കുന്നവരും മനസ്സിലെടുക്കും, കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാനും അത് മനസ്സിലെടുക്കും. ഒരുപാട് സന്തോഷം സബ്ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയത്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല സബ്ചേട്ടൻ എന്നൊരു തിരിച്ചറിവ് അവസാനം. അത് എല്ലാവരും പറയാറുണ്ടല്ലേ ഇന്റർവ്യൂ, കാരണം നമുക്ക് ഇന്റർവ്യൂ അല്ലേ എന്നെ സംസാരിച്ചു കഴിഞ്ഞ കാണുന്ന മനുഷ്യർ, ഇതുവരെ കാണാത്ത മനുഷ്യർ കണ്ടു കഴിയുമ്പോൾ കാരണം നിങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, നമ്മൾ ഇതിലും വലുത് കാണാനിരിക്കുന്ന മനസ്സിലായി. ഞാൻ ഈ പറഞ്ഞ കാർത്തിയുടെ ഇത് അലമ്പൊക്കെ ഉണ്ടാക്കുന്ന ആ അത്തരത്തിലുള്ള ചർച്ചയാണ് തന്നെയാണ് ചെയ്യുന്നത്. അതാണ് റീൽസ് സബ്ചേട്ടനൊക്കെ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് ചുറ്റുമുള്ളവരും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കാരണം. അതുകൊണ്ട് എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിൽ. താങ്ക് യു സോ മച്ച്.